സാധാരണക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമല്ല. ജീവശാസ്ത്രത്തിലെ ഒരു പരിശീലനം, മുൻ പരിശീലനം ആവശ്യം ഉണ്ട് എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് സെൽഫ് എസ്റ്റീം. പക്ഷെ മനസ്സിലായി കഴിഞ്ഞാൽ തലയിൽ തേങ്ങ വീണ അനുഭവമായിരിക്കും, വല്ലാത്ത ഒരു തിരിച്ചറിവായിരിക്കും. അന്നുവരെ ഇല്ല മന്ദത്വമൊക്കെ മാറിക്കിട്ടും. ഡോക്കിൻസിന്റെ മറ്റൊരു സവിശേഷത പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം വെറും ഒരു ശാസ്ത്രജ്ഞനോ ലോകം കണ്ട ഏറ്റവും വലിയ റൈറ്റേഴ്സിൽ ഒരാളോ അല്ല. 2004 പ്രോസ്പെക്ടസ് മാഗസിനിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒറിജിനൽ തിങ്കേഴ്സ് 3 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരാൾ ഡോക്കിൻസ് ആയിരുന്നു. മറ്റൊന്ന് ഉംബർട്ടോ എക്കോയും നോം ചോംസ്കി ആയിരുന്നു. അതിനുശേഷം ടൈംസ് മാഗസിന്റെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ 100 പീപ്പിൾ ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 ആൾക്കാരിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സ്ഥിരമായി ഡോക്കിൻസ് ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് അദ്ദേഹത്തിന് ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ഹി ഹാസ് ഗോട്ട് ദ ഫെയിം ആൻഡ് ദ നെയിം ബോത്ത്. ഒന്നാന്തരം ഒരു പ്രാസംഗികനാണ്. ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യ അധ്യാപകനാണ്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന് പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു രചനാ ശൈലി പലപ്പോഴും കാണാറില്ല. നല്ല ഉദാത്തമായ ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിച്ചിട്ടുള്ളതാണ്. ഡോക്കിൻസിനെയൊക്കെ വായിച്ചുള്ള പല മതവിശ്വാസികളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ഉദാത്തമാണ് എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി, ദ വേ ഹി കണ്ടക്ട്സ് ഹിംസെൽഫ് ഇൻ എ സ്റ്റേജ്, അതും വളരെയധികം ഒരുപക്ഷെ ഒരു ശാസ്ത്രജ്ഞനിൽ നമ്മൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു സ്റ്റേജ് പ്രസൻസും അദ്ദേഹത്തിനുണ്ട്. ദ ഗോഡ് ഡെല്യൂഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ദൈവവിഭ്രാന്തി ഏറ്റവും കൂടുതൽ വിഭ്രാന്തിക്ക് അടിമയാക്കിയത് മതവിശ്വാസികളെ തന്നെയാണ്. അമേരിക്കയില് വൻതോതിൽ സച്ചിനിരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഡോക്കിൻസിനെതിരെ എഴുതുകയും ഡോക്കിൻസിനെ കുറിച്ച് കൗണ്ടർ ഡോക്യുമെന്ററികളും ഒക്കെ അതിനുള്ള അവകാശം അവർക്കൊണ്ട് ചെയ്യാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. കളിയാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ആളിനെ ശരിക്കും കോണ്ടാക്ട് എടുത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുമാത്രം അനോയൻസ് അല്ലെങ്കിൽ ശല്യപ്പെടുത്തൽ അല്ലെങ്കിൽ മനശല്യം, ബുദ്ധിമുട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ അനുഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ ലാദന്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുന്നതായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു പോയറ്റിക് ലൈസൻസ്, ദാറ്റ്സ് ഓൾ. ഡോക്കിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡോക്കിൻസ് ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാർവിനിസ്റ്റ് ആണ്. ക്ലാസിക്കൽ ഡാർവിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, മറിച്ച് ഡാർവിൻ എങ്ങനെയാണോ പരിണാമം വിശദീകരിച്ചത്, ഫോസിലുകളിൽ അധികരിച്ച് പ്രകൃതി നിർദ്ധാരണത്തെ ആസ്പദമാക്കി അദ്ദേഹം വിവരിച്ചു. പക്ഷെ ഇന്നത്തെ പരിണാമ ശാസ്ത്രം എന്ന് പറയുന്നത്, നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്, ഫോസിലുകൾ മാത്രമല്ല പരിണാമം വിശദീകരിക്കാനായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്, മറിച്ച് മോളിക്കുലാർ ബയോളജി, ജിയോഗ്രാഫി, എംബ്രിയോളജി, അങ്ങനെ നിരവധി ശാസ്ത്ര ശാഖകളിൽ പരിണാമത്തിന് ആവശ്യമായതിലധികം തെളിവുകൾ ലഭ്യമാണ്. ഒരു ശാസ്ത്രത്തിലേക്ക് മാത്രം നമുക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഫോസിലുകൾ ഉണ്ടോ? വളരെ നല്ലത്. ഇല്ലേ? ഒരു പ്രശ്നവുമില്ല. അതാണ് ഇന്നത്തെ പരിണാമശാസ്ത്രത്തെ സംബന്ധിച്ച് ഉള്ള അവസ്ഥ. ഇപ്പൊ ഡോക്കിൻസ് തന്നെ പറയുന്നുണ്ട്, ഫോസിലുകൾ കേവലം ഒരു ബോണസ് മാത്രമാണ്. ഫോസിലുകൾ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. കാര്യം ബാക്കി അല്ലാതെ തന്നെ വിവിധ ശാസ്ത്രശാഖകളിൽ പരിണാമത്തിന് മോർ ദാൻ ഇനഫ്, ആവശ്യത്തിലധികം തെളിവുകൾ ലഭ്യമാണെന്നിരിക്കെ ഇനി ഫോസിലുകൾ കിട്ടിയില്ല, മദ്യരൂപങ്ങൾ കിട്ടിയില്ല എന്നൊക്കെയുള്ള മുറവിളികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് നിയോ ഡാർവിനിസമാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഡാർവിന്റെ ഏറ്റവും ശക്തനായ വക്താവാണ് ഇക്കാലത്ത്, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായ വക്ത. കഴിഞ്ഞ നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു. ആൻഡ് പിന്നെ ഡോക്കിൻസിന്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ഇതിൽ ഈ ശാസ്ത്രവീക്ഷണം എന്ന് പറയുന്നത് പലരും ഒത്തുതീർപ്പുകൾക്ക് വിധേയമാക്കാറുണ്ട്. ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ ഹോമിയോപ്പതി ശരിയാണ് എന്നൂടെ പറയും. ദുർമന്ത്രവാദം തെറ്റാണ് എന്ന് പറയുന്നവർ പ്രകൃതി ശാസ്ത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുകൂടി പറഞ്ഞു കളയും. അതായത് ഒരാള് 50% ചാരിത്രം ഉണ്ട് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒരാൾ പറയാണ് എന്റെ ഭാര്യയ്ക്ക് 50% ചാരിത്രമുണ്ട്, ബാക്കി എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. അപ്പൊ നമ്മളെ യുക്തിബോധം എന്ന് പറയുന്നതും അന്വേഷണത്വര എന്ന് പറയുന്നതും ശാസ്ത്രീയ വീക്ഷണം എന്ന് പറയുന്നതും ഈ 50% ആകാൻ പാടില്ല എന്ന് ഡോക്കിൻസ് പറയുന്നു. ഒന്നുകിൽ നിങ്ങൾ സ്വിച്ച് കണക്കായിരിക്കണം. സ്വിച്ച് ഒന്നുകിൽ മുകളിലത്തെ പൊസിഷനായിരിക്കും, അല്ലെങ്കിൽ താഴത്തെ പൊസിഷനായിരിക്കും. അല്ല അതിന്റെ നടുക്കിരുന്നാ ഒന്നും വർക്ക് ചെയ്യില്ല. സപ്ലൈ പോവുകയില്ല, സപ്ലൈ വരികയില്ല. അത് വല്ലാത്തൊരു വികൃത ജന്മമാണ്. ഒന്നുകിൽ ആണായിരിക്കുക, അല്ലെ പെണ്ണായിരിക്കുക. രണ്ടും കെട്ട രീതിയിൽ മുന്നോട്ട് പോകരുത്.
യുക്തിവാദം പറയുകയാണെങ്കിൽ യുക്തിവാദിയായിരിക്കണം. അന്ധവിശ്വാസിയാണോ? നിരങ്ങ് അതിന്റെ മേളിൽ കയറി വരുന്നത്. അതിലൊരു അന്തസ്സുണ്ട്. ഒരു വിശ്വാസിയോട്ട് സംസാരിക്കുമ്പോഴും അവിശ്വാസിയായിട്ട് സംസാരിക്കുമ്പോഴും ഒരു സുഖമുണ്ട്. കാര്യം അവന്റെ പൊസിഷൻ ഫിക്സഡാണ്. ഈ രണ്ടും കെട്ട അവസ്ഥയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്കെതിരെയൊക്കെ ഡോക്കിൻസിന്റെ ഒരു വീഡിയോ ഉണ്ട്. സമയം ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാമായിരുന്നു. പലരും നമ്മളതൊക്കെ അങ്ങ് സ്വീകരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളും ഈ സ്യൂഡോ സയൻസുകൾ, മതം ഉൾപ്പെടെയുള്ള, മതം ഒരു സ്യൂഡോ സയൻസ് ആണ് വേണേൽ നമുക്ക് പറയാം. അവര് എപ്പോഴും എൻട്രൻ ചെയ്യുന്നത് സമ്പത്ത് വാരിക്കൂട്ടിയാണ്. കെട്ടിടങ്ങൾ വാരിക്കൂട്ടി നിർമ്മിച്ച് സ്ഥലമുണ്ടാക്കി ആളുകൾക്ക് ജോലി കൊടുത്തു. അവിടെ ഇങ്ങനെ കെട്ടി മുറുക്കി അങ്ങ് നിൽക്കുകയാണ്. ഇപ്പൊ ഹോമിയോപ്പതിക്ക് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുത്തുയർത്തിയ വലിയ രമ്യകർമ്മങ്ങളും വലിയ 6 നില ബഹുനില കെട്ടിടങ്ങളും മെഡിക്കൽ കോളേജുകളും ബോർഡുകളും ഡോക്ടർമാരും ആ ഡോക്ടറേറ്റിന്റെ ആസ്പദമാക്കി നടന്ന കല്യാണങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിനെതിരെ വല്ലതും പറയാൻ തോന്നും. എല്ലാ സ്യൂഡോ സയൻസും എല്ലാ അന്ധവിശ്വാസവും ശരിക്കും ഭൗതികമായാണ് സമൂഹത്തിൽ പിടിമുറുക്കുന്നത്. വെറുതെ പറന്നാലൊന്നും ഊതിയാലൊന്നും പറക്കില്ല. അതൊരു സ്ഥാപനം, കുറെ വസ്തു, അല്ലെങ്കിൽ കുറെ ആൾക്കാർ, അവരുടെ ജോലി. ഇപ്പൊ എനിക്കൊരു ജോലി, ഒരു 25,000 രൂപയ്ക്ക് ഒരു ജോലി വെറുതെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് മോഡലും മറുതയിലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവും. കാര്യം അതാണ് നല്ലത്. കാര്യം അതും ഒരു ജോലിയാണ്. വിശ്വാസവും ഒരു ജോലിയാണ്. യു ആർ ഡൂയിങ് എ ജോബ്. ജീവിതം നടന്നു കിട്ടിയാൽ മതിയാകും. ഇത് ആദ്യം ഈ പുസ്തകം നിർമ്മിക്കപ്പെടുന്നത് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ഡോക്യുമെന്ററിയിൽ നിന്നാണ് ഗോഡ് ഡെലൂഷൻ ഉണ്ടാകുന്നത്. പലപ്പോഴും ടെലിവിഷൻ ഡോക്യുമെന്ററികൾ പുസ്തകമാകാറുണ്ട്, പുസ്തകങ്ങൾ ഡോക്യുമെന്ററികളാകാറുണ്ട്. ചില നോവലുകൾ സിനിമയാകുന്നത് പോലെയും സിനിമകൾ നോവലുകളിന്റെ പ്രമേയമാകുന്നത് പോലെയാണ് അത് സംഭവിക്കുന്നത്. അന്ന് ചാനൽ 4 ഇതിന്റെ പരസ്യത്തിനായിട്ട് കൊടുത്തിരുന്ന ഒരു പോസ്റ്ററാണിത്. ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, എല്ലാ തിന്മയുടെയും കേന്ദ്രം, വേരുകൾ എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ടൈറ്റിൽ. ഡോക്കിൻസ് പറഞ്ഞത് ലോകത്തുള്ള എല്ലാ സർവ്വ തിന്മകളുടെയും വേരുകൾ ശരിക്കും മതത്തിലാണ്. ഇപ്പൊ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എവിടെയാണ് അതിന്റെ വേര് കിടക്കുന്നത്? എല്ലാവരും അത് മാറ്റി നിർത്തിയിട്ട് വലിയ വലിയ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഒന്നും മതത്തെ ചുരണ്ടി സംസാരിക്കാറില്ല. അല്ലാതെ അവർക്ക് എങ്ങനെയാണ് ശരിയാവുക? ഇതിന്റെ എല്ലാം കണക്ഷൻ കൊടുത്തിരിക്കുന്നത് പവർ ഹൗസ് എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. ഈ കണക്ഷന്റെ പ്ലഗ് വലിച്ചൂരാതെ ഇവിടെ അതായത് നമ്മുടെ ത്വക്കില് പുറത്തിരുന്ന് ചുരണ്ടിയും ചൊല്ലി ക്യാൻസർ മാറില്ല. ചിലപ്പോൾ കീമോതെറാപ്പി വേണ്ടി വരും, ചിലപ്പോൾ സർജറി വേണ്ടി വരും. അല്ലാതെ സോപ്പ് വെച്ച് ക്യാൻസർ കഴുകി കളയാമെന്ന് ധരിക്കുന്നവരാണ് പല ഫെമിനിസ്റ്റുകളും. യഥാർത്ഥ സോഴ്സ് എവിടെയെന്ന് അവർക്കറിയില്ല. സോഴ്സ് അന്വേഷിച്ച് പോകേണ്ടി വരും. ഈ പരസ്യം ശ്രദ്ധിക്കുക. ഈ പരസ്യത്തിൽ നിങ്ങൾ കാണുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആണ്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ കുംഭഗോപുരങ്ങളാണ് അവിടെ കാണുന്നത്. ആ പരസ്യത്തിൽ പറഞ്ഞു, ഇമാജിൻ നോ റിലീജിയൻ, മതമില്ല എങ്കിൽ അതവിടെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ പരസ്യം പറഞ്ഞു. അതിനകത്തൂടെ 1 കോടി പേജിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരൊറ്റ ചിത്രത്തിൽ ചൈനക്കാരൻ പറയുന്നുണ്ട്. ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുണ്ട് എന്ന് ചൈനക്കാരൻ പറയുന്നുണ്ട്. അതാണ് അവന്റെ അക്ഷരങ്ങളെല്ലാം കൂടുതലും ചിത്രങ്ങളാണ്. ഇമാജിൻ നോ റിലീജിയൻ. ഈ സത്യം പറഞ്ഞാൽ ഈ പരസ്യം കണ്ടിട്ട് ഡോക്കൻസ് പോലും സല്യൂട്ട് ചെയ്തോണ്ട്. ഞാൻ വിചാരിച്ചതിനും അപ്പുറമുള്ള ഒരു പരസ്യമാണ്. ഇതിനകത്ത് ഗോഡ് ഡെലൂഷനിലെ ചർച്ച പൊതുവിൽ തുടങ്ങി വെക്കുന്നത് എന്താണ് മതവിശ്വാസം. റോബർട്ട് ആൻഡ് പിൻസിഗ് സെൻ ആൻഡ് ഓട്ടോമൊബൈൽസ് എന്നൊക്കെ പറയുന്ന മോട്ടോർ സൈക്കിൾ മെയിന്റനൻസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ചിന്തകനുമാണ് റോബർട്ട് പിൻസിഗ്. പിൻസിഗ് ഒരിക്കൽ പറഞ്ഞത് എന്താണ് മതം എന്ന് പറയുന്നത്, ഇറ്റ്സ് ആൻ ഇൻസാനിറ്റി ബൈ കൺസെൻസസ് എന്നാണ്. എല്ലാവരും അംഗീകരിക്കുന്ന, പൊതുവിൽ അംഗീകാരമുള്ള ഒരു മാനസിക രോഗമാണ് മതവിശ്വാസം. നിങ്ങളിപ്പോ ഊളംപാറയിലോ കുതിരവട്ടത്തോ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വ്യത്യസ്തരായ ആൾക്കാരെ കണ്ടെത്തും. ചിലര് നിങ്ങൾ കാണും, ഹലോ ഒബാമയല്ലേ, ഞാൻ അങ്ങെത്തിയേക്കാം, നാളെ കാണാം. നമ്മൾ ചോദിക്കും, ഈ മനുഷ്യൻ എന്താ പ്രശ്നം? ചിലർ ചിലപ്പോൾ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നതാണ്, കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാണ്. ചിലർ ചിലപ്പോൾ ഇങ്ങനെ ക്ലിക്ക് 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 സംവിധായകനാകാനായിട്ട് ആഗ്രഹിച്ച് ഫസ്റ്റ് സ്റ്റേഷൻ പിടിച്ച് ഭ്രാന്തായി പോയാനായിരിക്കും. പല പല ആൾക്കാരായിരിക്കും. ചില അമിതാഭ് ബച്ചന്റെ ഡേറ്റ് ചോദിക്കുന്നവർ കാണും. നമ്മൾ മാറി എന്ന് പറയും, കഷ്ടം, ഭ്രാന്ത്, കഷ്ടം, ഇങ്ങനെയായി എന്ത് ചെയ്യാനോ, അതായിരിക്കും നമ്മുടെ കമന്റ്, അതായിരിക്കും. പക്ഷെ ഇതേ കാര്യങ്ങൾ
ഒരു സമൂഹം ഒന്നടങ്കം ചെയ്യുമ്പോൾ അതിനെ മതവിശ്വാസം എന്ന് വിളിക്കും. അപ്പൊ ഈ നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളോടൊക്കെ തെളിവ് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എനിക്ക് ബോധ്യമുണ്ട് സാറേ, ഒബാമ ഇന്നലെയും വിളിച്ചതാണ്, കൈപ്പുണ്ണിന് കണ്ണാടി വേണോ? ഇതൊക്കെ മനസ്സിൽ നമുക്കുള്ള സാറിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നലെയും പറഞ്ഞു ഒബാമ നോക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഈ മനുഷ്യനെ ചതിക്കുകയാണ്, എത്ര നാളായിട്ട് വരാമെന്ന് പറയുന്നു. അവന്റെ കൺവിക്ഷനാണ്, വ്യക്തമായ ധാരണയാണ്. തെളിവോ? സാറേ സാർ പോ, ഇത് തന്നെയായിരിക്കും ഒരു മതവിശ്വാസിയും പറയുക. പക്ഷേ ഈ മാനസിക ആശുപത്രിയിൽ കഴിയുന്നവൻ അവൻ ഒരു പുസ്തകം എടുത്ത് മറിച്ചിട്ട് വ്യാഖ്യാന കസർത്തുകളോ വാചമടികളോ ഒന്നും നടത്താതെ നമ്മളെ വെറുതെ വിടും. പക്ഷെ ഒരു മതവിശ്വാസി ചിലരെങ്കിലും അങ്ങനെ വെറുതെ വിടാൻ സാധ്യതയില്ല. അവർ നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചു കളയും. കൂടുതൽ വ്യാഖ്യാനങ്ങളും നമ്മളുടെ എന്തോ കുഴപ്പമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമുക്ക് ഗുളിക വരെ വേണേ കുറിച്ച് തരാൻ അവൻ തയ്യാറാവും. അതാണ് പുസ്തക പറഞ്ഞത്, when one person suffers from a delusion, it is called insanity. But when people suffer from the same kind of delusion, it's called religion. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്, പക്ഷെ അല്പം പഞ്ചുള്ള ഒരു ഡയലോഗാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ സത്യം നമുക്ക് ഏത് രീതിയിലും പറയാം. ഒരു മാനസികമായ ഒരു ഭ്രമം, അത് തന്നെയാണ് വിശ്വാസം. ഒരാൾ ദൈവത്തെ മുൻകൂട്ടിൽ കാണുന്നവരുണ്ട്. സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, താൻ ചെയ്ത കാര്യങ്ങളിൽ വിജയിച്ചത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത്രമാത്രമേ ഈ മാനസിക ആശുപത്രിയിൽ കിടക്കുന്നവരും പറയുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. Most of the things in religion are abhorrent and laughable if they are not part of religion. മതവുമായി ബന്ധപ്പെട്ട് ഉള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും വളരെയധികം വിരോധാഭാസങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ വളരെയധികം ദയനീയമാണ് കാണാൻ. പക്ഷെ അത് നമ്മൾ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മതവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ, മതവുമായി ബന്ധപ്പെടാതെയാണ് ഇത് കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ചിരി. പക്ഷെ മതവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ചിരിക്കാൻ പാടില്ല. കാര്യം അത് വിശുദ്ധ പ്രമേയങ്ങളാണ്, വിശുദ്ധ ആഖ്യാനങ്ങളാണ്. മതം ഇല്ല, അവന് എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നേ? അതെനിക്കറിയത്തില്ല. അവൻ എന്തെങ്കിലും മതത്തിൽ ഉണ്ടോ? ഇല്ല, എങ്കിൽ പിടിച്ചവനകത്താക്ക്. മതത്തിലുണ്ടോ? അയ്യോ, എങ്കിൽ അവനൊന്നും തുടരരുത്. അവൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര അർത്ഥങ്ങളുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പ്ലീസ്. ഡോക്കിൻസിന്റെ പ്രശസ്തനായ സുഹൃത്തും അമേരിക്കൻ ഫിലോസഫറും ദ നെക്സ്റ്റ് റസൽ, അടുത്ത റസൽ എന്നറിയപ്പെടുന്ന ഡാൻ ഡെനറ്റ്, അദ്ദേഹത്തിന്റെ ബ്രേക്കിംഗ് ദ സ്പെൽ എന്ന് പറയുന്ന പുസ്തകം അമേരിക്കയിൽ വല്ലാത്ത രീതിയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു പുസ്തകമാണ്. ഡോക്കിൻസിന്റെ പുസ്തകങ്ങളോടൊപ്പം തന്നെ ശ്രദ്ധയാകർഷിച്ച പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മതത്തിന് സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താനുള്ള ഏതോ വിശിഷ്ട അധികാരം ഉണ്ട് എന്ന് അവർ കരുതുന്നു. It says that they have the authority to whip society inside violence. അക്രമം, ഒരു തെരുവ് മുഴുവൻ പെട്ടെന്ന് കത്തിച്ചിട്ട് ഒരു കേസും ഇല്ലാതെ പുറത്തു പോകാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് മതം പറയുന്നു. നമ്മളൊരു സൈക്കിൾ തള്ളിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം, പിന്നെ പെറ്റി അടിക്കണം, അത് എഴുതി കൊടുക്കണം, വലിയ ദുരിതമാണ്. ഒരു വണ്ടി കൊണ്ടുവന്ന് തെറ്റായി പാർക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റില്ല, പോലീസുകാരന്റെ വായിരിക്കുന്ന കേൾക്കണം. പക്ഷെ ഒരു തെരുവ് മുഴുവൻ കത്തിക്കുന്നത് മതമാണെങ്കിൽ അവിടെ കേസില്ല, അടിച്ചു തകർക്കാം. അങ്ങനെ ഒരു സവിശേഷമായ അധികാരം, സമൂഹത്തെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു അധികാരം തങ്ങൾക്കുണ്ട് എന്ന് മതം അവകാശം പറയാണ്. ഇതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ വയലൻസ് സൃഷ്ടിക്കും എന്നും മതം വളർന്നിട്ടുള്ളത് സമൂഹത്തെ മുൾമുനയിൽ നിർത്തിയാണ്. അത് വയലൻസ് തന്നെയാണ്, ഒന്നാന്തരം വയലൻസ്. വയലൻസ് ചെയ്യാത്ത കാലത്ത് അവര് വാചികമായി ഭീഷണിപ്പെടുത്തും, വാചികമായി ഭീഷണിപ്പെടുത്താത്ത സമയത്ത് അവര് ഭൗതികമായി വയലൻസ് ചെയ്യും. വയലൻസ് ഈസ് ആക്ച്വലി ദ വെരി ഗ്രാമർ ഓഫ് റിലീജിയൻ. അല്ലാതൊക്കെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കഥകളാണ്. കഥകൾ ആർക്കും ഉണ്ടാക്കാം. റിലീജിയന്റെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ദ ഹട്ട് ഹൈപ്പോത്തിസിസ് ആൻഡ് അബ്നെഗേഷൻ ഓഫ് റീസൺ. അബ്നെഗേഷൻ ഓഫ് റീസൺ, അതായത് യുക്തിയുടെ കൈയഴിയൽ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷെ എന്താണ് ഹട്ട് ഹൈപ്പോത്തിസിസ്? വ്രണപ്പെടുക. നിങ്ങൾ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ ആദ്യം ഉന്നയിക്കുന്ന ഒരു വാദമാണ്, ഞങ്ങൾക്ക് വ്രണപ്പെടുന്നു, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ ഇന്നാരെയും കുറ്റപ്പെടുത്തുന്നു, ഞങ്ങൾ എങ്ങനെ താങ്ങും. ഇതാണ് മതത്തിന്റെ പൊതുവായ വാദം. അപ്പോൾ എന്താണ് വരിക? നിങ്ങൾ മതത്തിനെതിരെ ഒന്നും പറയാതിരിക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാ. വരൂ, നമുക്ക് ഗോലി കളിയെ കുറിച്ച് സംസാരിക്കാം. ഗോലി, നിങ്ങൾ എന്താ ഗോട്ടി എന്ന് പറയും.
മതത്തെക്കുറിച്ച് സംസാരിക്കല്ലേ. 11 kV ലൈനിൽ കയറി പിടിക്കരുത് എന്ന് പറയുന്നതുമാണ് ഓരോരുത്തരൊക്കെ നമ്മളെ ഉപയോഗിക്കുന്നത്. നീ അത് ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കളി. ഇത്രയും സ്ഫോടകാത്മകമായ ശേഷിയുള്ള ഒരു സാധനം നമ്മൾക്കിടയിൽ ഈ നമ്മുടെ സമൂഹത്തിലിരിക്കുന്ന ഒരു വല്ലാത്തൊരു അണുബോംബ് പോലെ മതം ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ ഏതെങ്കിലും ഫ്യൂസ് വയറുകൾ പോയി കഴിഞ്ഞാൽ, ചെറിയ ഏതെങ്കിലും സ്വിച്ചുകൾ മാറിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. കരുതലോടെ ഇരിക്കുക. ആ സമൂഹം മുഴുവൻ ഇങ്ങനെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കീഴിൽ ആളുകൾ ഇരിക്കുന്നോളം മതം എന്ന് പറഞ്ഞ് പേടിച്ച് രാഷ്ട്രീയ പാർട്ടികളും അധികാര കേന്ദ്രങ്ങളും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമോ തരാം, എന്ത് വേണമോ തരാം, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ ഒരു സമൂഹം മുഴുവൻ കാലിലഴയുകയാണ്. എന്താണ് ഈ സാധനം? ചൈനീസ് ഡ്രാഗണോ? മെനി ആർ ഇർറിലീജിയസ് എറ്റ് സെയിൽ ഇൻ ദ ബാഗൻ എന്നാണ് ഡെനറ്റ് പറഞ്ഞത്. അതായത് മതവിശ്വാസികൾ ഇപ്പോ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മതവിശ്വാസികൾക്കാണ് ഭൂരിപക്ഷമുള്ളത്. എല്ലാ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും. നമ്മളിപ്പോ ബംഗ്ലാദേശിലേക്ക് ചെല്ലുകയാണ്. അവിടെ 16 കോടി ജനങ്ങളുണ്ട്. ഒരു വർഷം 2 കോടി വെച്ചാണ് അവിടെ കൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ജനസംഖ്യ നോക്കിയത്. അതിൽ 15 കോടി 90 ലക്ഷം പേരും അവർക്ക് വളരെ അതീന്ദ്രിയ ജ്ഞാനമുള്ളവരും ഭൗതികാതീതമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനും ശേഷിയുള്ളവരാണ്. അവിടെ 100% സോമാലിയ ആഴ്ചയിൽ ഒരു ദിവസമാണ് ആഹാരം. കംപ്ലീറ്റ് റിലീജിയസ് ആണ്. ബംഗ്ലാദേശിലും സോമാലിയയിലും റിലീജിയൻ ഉണ്ട്, പക്ഷെ എണ്ണയില്ല. റിലീജിയൻ ഉണ്ടാവുകയും എണ്ണ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശികളും സോമാലികളും ഉണ്ടാകും. എണ്ണ ഉണ്ടെങ്കിൽ ഏത് മതമായാലും വലിയ പ്രശ്നമില്ല. വിറ്റ് പൈസ ഉണ്ടാക്കി കെട്ടിടം ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. പണം ഉണ്ടെങ്കിൽ ഏത് റിലീജിയൻ ആയാലും പ്രശ്നമില്ല. ഇനി നിങ്ങൾ യഹോവ സാക്ഷിയാണെന്ന് പറഞ്ഞാലും പൈസ ഉണ്ടോ അടിപൊളിയായിട്ട് ജീവിക്കാം. ഡെനറ്റ് പറഞ്ഞ ഇതാണ്. അതായത് എല്ലാവരും മതത്തിന്റെ കൂടെയാണ്. ഇപ്പോ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചു, ഒറ്റയടിക്ക് മറുപടി പറയത്തില്ല. ചിലരൊക്കെ പറയും ഞാനൊരു മാനവികവാദിയാണ്, ഒരു ഹ്യൂമനിസ്റ്റ് ആണ്, പിന്നെ ഞാൻ ഇർറിലീജിയസ് ആണ്, ഞാനൊരു മതേതര കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ചില പറയും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരു വിശ്വാസി അവൻ 5 രീതിയിലും 6 രീതിയിലും 8 നില പൊട്ടും 4 നില കുറിയും 28 അരഞ്ഞാണോ നെറ്റി തഴമ്പും ഒക്കെ ആയിട്ട് അവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഒരു അവിശ്വാസിയോട് ചോദിച്ചു നോക്കും, നീ അവിശ്വാസിയാണോ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ചിലപ്പോൾ ചില നേരങ്ങളിൽ ചില മനുഷ്യർ. മതം അതിശക്തമായി ഈ പ്രകടനപരത സാധ്യമാക്കുമ്പോൾ അവിശ്വാസികളെ കാണാനേ ഇല്ല, സമൂഹത്തിലെ കാണാനില്ല. ചിലർ ഞാൻ സ്കെപ്റ്റിക്കാണ്, സംശയം. ചിലപ്പോൾ ഭാര്യയുടെ കേസിലായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒത്തല്ലോ. പല അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ഒരിക്കലും പറയില്ല ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാനൊരു നാസ്തികനാണ് എന്ന് തുറന്ന് പറയുക. അതിന് ഇനിയും ജനങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് നല്ലൊരു വിഭാഗം ആൾക്കാർക്കും വിശ്വാസം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമാണ്. എല്ലാവരും വിശ്വാസികളായിട്ട് ക്യൂവിൽ നിൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നുവെങ്കിലും ഇതിൽ യഥാർത്ഥത്തിൽ വിശ്വാസം എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും കൂട്ടം കൂടി അങ്ങ് പോവുക. നമ്മളായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ റേഷൻ വരില്ല, അല്ലെങ്കിൽ അടി വേണ്ടി വരും, അല്ല പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കും. എന്താ ചെയ്യുക? സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നീ മരിക്കുന്നവരെ ഇങ്ങനെ അങ്ങ് പോവുക. അച്ഛന്റെ മതം അത് തന്നെ എന്റെ മതം, പാപ്പാന്റെ മതം എന്റെ മതം, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരുടെയും അടിസ്ഥാന പ്രതിസന്ധി ഇത് തന്നെയാണ്. ഓപ്ഷൻ ഇല്ല. നിങ്ങൾ മതത്തിൽ നിന്ന് വിട്ട് മാറി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തരാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക? നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ? നിങ്ങൾക്ക് സ്കൂളുണ്ടോ? നിങ്ങൾക്ക് പത്രമുണ്ടോ? ഒന്നുമില്ല. സ്വന്തം നിലയിൽ സ്വന്തം കാര്യം നോക്കേണ്ടി വരും. അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ, ആരെങ്കിലും ഒക്കെ വന്ന് മാറ്റട്ടെ. നമ്മളായിട്ട് അതെന്തിനാ പറയുന്നത്? ഇതാണ് ഡെഡ് റിലീജിയോസിറ്റി എന്ന് പറയുന്നത്. ജഡത്വമുള്ള മതപരത. അതായത് they have actually no belief but still they are with religion. മതത്തിന്റെ കൂടെ പോവാണ്. ഇനി സംതിങ് ലൈക്ക് റൈഡിങ് എ ടൈഗർ. ഒരു കടുവപ്പുറത്തെ യാത്ര, പുലിപ്പുറത്തെ യാത്രയാണ്. ഇറങ്ങാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. കടുവ ഞം അടിക്കും. അതാണ് പ്രശ്നം. ഹാംലറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ നായകനാണ്. കാര്യങ്ങൾ ബോധ്യമായിട്ടും പ്രവർത്തിക്കാതിരിക്കുന്ന നായകൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് ഞങ്ങൾ പറയുക. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് പറയുക. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ
ആക്ട് 3 സീൻ 1 അദ്ദേഹം പറയുന്നു, ടു ബി ഓർ നോട്ട് ബി, whether it is nobler in the mind to suffer the slings and arrows of an outrageous fortune or to take arms against a sea of troubles. ഇതെല്ലാം സഹിക്കണമോ അതോ ഇതിനെല്ലാം എതിരെ പ്രതികരിക്കാനായി to take arms against a sea of troubles, കത്തി കയ്യിലെടുക്കണമോ? അമ്മാവനാണ് കൊന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം, തെളിവുകളുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ വയ്യ. ഹാംലെറ്റിൻ ഡിലമ, ധർമ്മസങ്കടം എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടയില്ല എന്ന് പറയുന്നത്, വേറെ അർത്ഥമൊന്നും എടുക്കണ്ട, നട്ടല്ലില്ല എന്ന് പറയുന്നു. പല ബുദ്ധിയുള്ള ആൾക്കാരും ഈ ഹാംലെറ്റിൻ ഡിലമയിലൂടെ കടന്നു പോവുകയാണ്. അവർക്കറിയാം ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളത് പുരോഹിതന്മാരുടെ ഇടയിലാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം ഇതാണ്. പക്ഷെ അതിൽ എത്ര പേര് പുറത്തു വരും? താനിരിക്കുന്ന കമ്പ് മുറിച്ചിട്ട് ബാക്കി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവരാരും ഇതുവരെ മുറിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ആ കഥകൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ മതത്തിലേക്ക് എന്താ പ്രശ്നം? മതത്തിന്റെ ഒരു പ്രധാന പ്രശ്നം, മതത്തിലേക്ക് നിങ്ങൾ ലൈറ്റ് അടിക്കുമ്പോൾ, നിങ്ങൾ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഒരാൾ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ പറയും, ആ ഇത് ഞാനാണ്, ഞാൻ അഹമ്മദാണ്, അല്ലെങ്കിൽ ഞാൻ. പക്ഷെ നിങ്ങളൊരു വൃത്തികെട്ട കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ നഗ്നനായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ നേരെ ലൈറ്റ് അടിക്കുന്നെങ്കിൽ നിങ്ങൾ പറയും ഫ ദാഷ് എന്ന് പറയും. മതം നഗ്നമാണ്. അതിനെതിരെ നമ്മൾ നടത്തുന്ന പ്രകാശം കൊണ്ട് നടത്തുന്ന ആക്രമണവും അത് ഇഷ്ടപ്പെടില്ല. അതാണ് പ്രശ്നം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്ലീസ്. ഇനി നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഈ ഹർട്ട് ഹൈപ്പോത്തിസിസ് ഭയങ്കരമായിട്ട് വ്രണപ്പെടുന്നു, അങ്ങനെ പറയാൻ പാടില്ല, ഇനിഷ്യൽ തെറ്റിച്ച് ഉപയോഗിച്ചു ഞങ്ങളുടെ മത നേതാവിന്റെ, അത് ഭയങ്കര കുഴപ്പമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതങ്ങൾ ഇത്തരത്തിലെ വികാരം വ്രണപ്പെടുന്നു എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. പുറത്തിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും, ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പുറത്ത് സോഷ്യലിസം മറ്റേന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരകത്ത കമ്മിറ്റിയിൽ അതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുള്ള പോലെ നമ്മൾ ചോദിക്കണം, മതം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വികാരം ഒക്കെ മുറപ്പെടുന്നുണ്ടോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്ലോസറ്റിൽ കിടക്കുന്ന ഖുറാന്റെ കോപ്പി. ഇറാഖി അധിനിവേശ കാലഘട്ടത്തില് ഇറാഖി സൈനികരെ കൊണ്ട് ഖുറാന്റെ പേജുകൾ കീറി ക്ലോസറ്റ് വൃത്തിയാക്കലായിരുന്നു ക്രിസ്ത്യൻ വിശ്വാസികളായ അമേരിക്കൻ സോൾജിയേഴ്സിന്റെ പ്രധാന പരിപാടി. എന്നിട്ട് ഖുറാന്റെ പ്രതികൾ കൊണ്ടുവന്ന് ക്ലോസറ്റിൽ ഏത് പുസ്തകം ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, ഒറിജിനൽ സ്പീച്ചസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭഗവത്ഗീത ആയിക്കോട്ടെ, അതെന്തായാലും ഒരു ക്ലോസറ്റിലിട്ട് പടം എടുക്കുന്നവന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിലക്ഷണമായ ഒരു മാനസികാവസ്ഥ. പക്ഷെ ഒരു മതവിശ്വാസി കരുതുകയാണ് വ്രണപ്പെടൽ എനിക്കും ഉണ്ടെങ്കിൽ അവനും ഉണ്ട്, അതുകൊണ്ട് പാടില്ല. വ്രണപ്പെടൽ എന്ന് പറയുന്ന സാധനം, അല്ലെ അങ്ങനെ പറയുന്ന ആ ഒരു വികാരം യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ ഒരു മതവിശ്വാസിയും ഈ വൃത്തികെട്ട പണി കാണിക്കില്ല.